സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ തന്നെ നന്ദനാണെങ്കിൽ വന്ന് അച്ഛനെ നോക്കുന്ന സമയത്ത് അച്ഛൻ കാര്യമായിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രത്യേക ന്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആ മോനെ ഒരു ഡെഡ് ബോഡി കണ്ടെത്തണം. ഡെഡ് ബോഡിയോ? ആരുടെ? ഒരു പയ്യൻ്റെയാ. തച്ചോട്ടുകാവിനടുത്ത് ഏതോ ആളൊഴിഞ്ഞ സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുന്നെന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അധികം താമസിക്കുന്നതിന് മുമ്പിട്ട് ആ ഡെഡ് ബോഡി ആരുടെയാന്ന് കണ്ടെത്തണം. ഇനി ഋഷിയുടെയും ആവുമെന്നാണ് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ അങ്ങ് പോകുന്ന സമയത്ത് നന്ദനാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്ന നന്ദനാണെങ്കിൽ റൂമിൽ പോയി നമ്മുടെ കെവിനെ വിളിക്കുന്നു. കെവിനോട് കാര്യം പറയുന്നു. തച്ചോട്ട് കാവിനടുത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു പയ്യൻ്റെ ബോഡി കണ്ടെത്തിയെന്ന് പറയുന്നു. അത് നമ്മുടെ ഋഷിയുടെയും ആയിരിക്കൂടാ. നീ ചുമ്മാ ടെൻഷൻ അടിക്കണ്ട, അവിടെയൊന്നും ആയിരിക്കില്ല. എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പറയാം, അവന്മാരെ ഒന്ന് വിളിച്ച് തിരക്കട്ടെ എന്നും പറഞ്ഞ് കെവിനാണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നു. എന്നാൽ നന്ദനാണെങ്കിൽ ഇങ്ങനെ മറഞ്ഞിന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ദേവിക അങ്ങോട്ട് വരുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. നന്ദൻ പകച്ചു പോകുന്നതും നന്ദനോട് പല കാര്യങ്ങളും ദേവിയാണെങ്കിൽ ചോദിക്കുന്നതും ഒക്കെ നമ്മുടെ പ്രഭാവതി ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദനോട് ദേവി ചോദിക്കുന്നുണ്ട്, നന്ദു എന്താ ഋഷിയെപ്പറ്റി കെവിനോട് പറഞ്ഞത്? ഞാനെല്ലാം കേട്ടു, എന്താന്ന് വെച്ചാൽ സത്യം തുറന്നു പറ എന്ന് പറയുമ്പോൾ അതല്ല ദേവി, അച്ഛൻ പറയുന്ന കേട്ടു തച്ചോട്ട് കാവിനടുത്ത് ആളൊഴിഞ്ഞ തറയിൽ ഒരു ആൺകുട്ടിയുടെ ബോഡി കണ്ടെത്തിയെന്ന്. ഇനി അത് ഋഷിയെങ്ങാനും ആയിരിക്കുമോ എന്ന് ഞാൻ കെവിനോട് ചോദിച്ചതാ, അല്ലാതെ ഋഷിക്ക് എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ലെന്ന് പറയുമ്പോൾ ദേവിക്കാണെങ്കിൽ നന്ദൻ്റെ പെരുമാറ്റത്തിൽ വീണ്ടും സംശയം തോന്നുന്നു. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.